കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സജീവ രാഷ്ട്രീയ അനുഭവം ഇല്ലാത്ത ആളുകളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ചത്തുകിടന്ന സംവിധാനമാണ് ഇവിടുത്തെ UDFും പ്രതിപക്ഷവും. ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള നേരിയ മുൻതൂക്കത്തിന്റെ പിൻബലത്തിലാണ് വരുന്ന തവണ കേരളം ഭരിക്കാമെന്നുള്ള മോഹം പോലും ഇവരിലുണ്ടാവുന്നത്. ആ മോഹത്തിന് ജീവൻ വെച്ച് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് തമ്മിലടിയാണ്. കോൺഗ്രസിന്റെ MP-മാർ മുതൽ ഏറ്റവും മുതിർന്ന സീനിയർ നേതാക്കൾ വരെ അധികാരത്തിനു വേണ്ടി കൂട്ടത്തല്ലാണ്. സുധാകരൻ മുതൽ അടൂർ പ്രകാശം വരെ രാജ്യഭീഷണി മുഴക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസ് മുതൽ ചെറുകിടക്കാർ വരെ സ്വന്തം നിലക്ക് പോസ്റ്റർ ഒട്ടിച്ചും പ്രചരണം നടത്തിയും പിന്നീട് നാണം കെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയെ പോലുള്ള MLA-മാര് എന്റെ പീഡനത്തിന് തീവ്രത കുറഞ്ഞു പോയത് കൊണ്ടാണോ ഇത്തവണ സീറ്റ് നൽകാത്തത് എന്ന് പരസ്യമായി ചോദിക്കുകയും സീറ്റ് നൽകിയവരുടെ തീവ്രത അളക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരക്കാരുടെ കയ്യില് കേരളത്തിന്റെ ഭരണം കിട്ടിയാല് എന്തായിരിക്കും അവസ്ഥ? തമ്മിൽ തല്ലും, കുതികാൽ വെട്ടും, പീഡനവും, അഴിമതിയും, അധികാരഭ്രാന്തും, അത്യാഗ്രഹവും ഒക്കെയുള്ള ഇവരെ കൊണ്ട് എന്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുക? ഇപ്പോഴത്തെ ഗവൺമെന്റ് തുടങ്ങി വെച്ചിട്ടുള്ള വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ തുടരാനോ എന്തെങ്കിലും ഒന്ന് ഈ തമ്മിൽ തല്ലി കൂട്ടങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മക്കള്, വരുന്ന തലമുറ, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളും വികസനങ്ങളും ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? UDFിനെ കൊണ്ട് ആകെയുള്ള ഗുണം എന്ന് പറയുന്നത് സാമുദായിക ലോബികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ചിന്തിച്ചൊരു തീരുമാനം എടുക്കുക.